രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. ശശി തരൂർ പറയുന്നു. രാജ്യം തന്നോട് സേവനം ആവശ്യപ്പെടുന്നു. അത് താൻ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നു. ശശി തരൂരിൻ്റെ വാക്കുകൾ. തരൂർ ഇപ്പോൾ എന്ത് പറഞ്ഞാലും വിവാദമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ വിവാദമാക്കുകയാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒക്കെ ചെയ്യുന്നത്. ശശി തരൂർ BJPയിലേക്ക് പോകുമോ എന്ന് ചിലരെങ്കിലും ഭയക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് കൊടുത്ത വിദേശ പര്യടനത്തിന് കൊടുത്ത 4 പേരുടെ പട്ടികയിൽ ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല. ശശി തരൂർ എന്ന നേതാവിൻ്റെ ഗുണഗണങ്ങൾ കണ്ടിട്ടാവണം BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നേതാവിനെ 7 വിദേശ പരിഗണന സംഘത്തിൽ ഒരു സംഘത്തെ നയിക്കാൻ നിയോഗിച്ചത്. എന്തായാലും കൊള്ളേണ്ടടുത്ത് കൊള്ളുന്ന രീതിയിൽ ശശി തരൂർ പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. അത് രാഷ്ട്രീയം നോക്കിയിട്ടോ പാർട്ടി നോക്കിയിട്ടൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. നല്ലത് നല്ലതാണെന്ന് തോന്നിയാൽ അദ്ദേഹം നല്ലതായി തന്നെ പറയും. അതിന് ഏത് പാർട്ടിയാണോ ഏത് വ്യക്തിയാണോ എന്നൊന്നും അദ്ദേഹം നോക്കാറില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ സ്പഷ്ടമായും വ്യക്തമായും അദ്ദേഹം പറയും. പണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു പ്രസംഗം കാച്ചി ഭാരതത്തെ അപമാനിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ കണക്കിന് കൊടുത്തു വന്നത്. അതുപോലെ തന്നെയാണ് മോദി നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണെന്നും പിണറായി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണെന്നും പറയാൻ ഒരു ശശി തരൂരിന് മാത്രമേ കഴിയൂ. വേറെ ആർക്കും ഇവിടെ കഴിയില്ല. കാരണം ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ സ്തുതി പാഠകരാണ്. പല നേതാക്കൾക്കും പറയാം ഈ സ്തുതി പാഠകർ. പല നേതാക്കളെക്കുറിച്ച് പറഞ്ഞാൽ ഈ സ്തുതി പാഠകർ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് കൂടുതലും യോജിച്ചത്. പക്ഷേ ആ കൂട്ടത്തിൽ ശശി തരൂരിനെ പെടുത്താൻ കഴിയില്ല. അദ്ദേഹത്തിന് ഒരു പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിൽ കൂടിയും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എവിടെയാണെങ്കിലും അദ്ദേഹം പറയുക തന്നെ ചെയ്യും. അതിന് രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ വ്യക്തി നോക്കിയിട്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിന് നല്ലതാണെന്ന് തോന്നിയാൽ, ഒരാൾ ചെയ്യുന്ന കാര്യം നല്ലതാണെന്ന് തോന്നിയാൽ അത് നല്ലതാണെന്ന് തന്നെ പറയും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുള്ള ഏറ്റവും വലിയ വ്യത്യാസം, മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു വ്യത്യാസം അതാണ്. ആരുടെ മുന്നിലും തല കുനിക്കാത്ത നേതാവാണ് ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അതിന് തെളിവാണ്. കാരണം അദ്ദേഹം ഭാരതീയനായി നിലകൊള്ളുന്നതിന് അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കേവലം രാഷ്ട്രീയമല്ല. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവ് കൂടിയാണ്. ഐക്യരാഷ്ട്ര സമിതിയിലെ ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്ന കാലത്തും അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പലർക്കും